ഈ പ്രാവശ്യം ചാമ്പങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ നേരത്തേക്ക് ഉണ്ടാകുന്ന ചില സമയങ്ങളിലൊക്കെ ഇതിനകത്ത് പുഴുവൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മഴക്കാലമാണ്, എങ്കിൽ പോലും നല്ല വെള്ളച്ചൊവയുണ്ട്, എങ്കിൽ പോലും നല്ല പുളിയും നല്ല മധുരവും ഉള്ള ചാമ്പങ്ങയാണ് ഇഷ്ടംപോലെ വീണെടുപ്പുണ്ട്. നമ്മൾ ഈ മഴക്കാലമായതുകൊണ്ട് അധികം നമുക്കിത് കഴിക്കാനായിട്ട് പറ്റത്തില്ല, എങ്കിലും നമ്മളിത് നല്ല ജ്യൂസ് അടിച്ച് കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണത്. ജ്യൂസ് കടിച്ചു കഴിഞ്ഞാൽ നല്ലത്. ഇത് നല്ല നല്ല ചുമന്ന് നല്ല വളവളാന്നങ്ങ് നിൽക്കും, എല്ലാം ഒരുമിച്ച് പഴുത്ത് റെഡിയായിട്ടിരിക്കും. നമ്മളിവനെ എല്ലാം കൂടെ പറിച്ചെടുക്കാൻ പോകാം. ഇതുകൊണ്ട് നമുക്ക് ഒരു വൈനുണ്ടാക്കാം, അതുപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ അച്ചാറിടാം. ഇങ്ങനെയുള്ള ചുമ്മാ പച്ചയ്ക്ക് ഉപ്പൊക്കെ കൂട്ടിയിട്ട് തിന്നാം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് പഴുത്ത് നിൽക്കുന്നത് കണ്ടാൽ തന്നെയുണ്ടല്ലോ എന്നാ രസമാണ്. ഇതിൽ നിറച്ചുണ്ടായിരുന്നതാണ്. വലിയൊരു മഴ വന്നൊരു കാറ്റ് വന്ന സമയത്ത് ഇതെല്ലാം കൂടെ താഴെ പോയി. അപ്പം ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഓർത്ത് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് കാറ്റും മഴയും വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ താഴത്തേക്ക് പോയി. നമ്മൾ തിന്നുവാണേലും ഒരു പരിധിയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നല്ല സൂപ്പറായിട്ട് നിൽക്കുമല്ലേ ഇത്. അപ്പോൾ ഇതുപോലെ എല്ലാം വളഞ്ഞ് ഇതിന് കേടില്ലെന്നുള്ളതാണ് എൻ്റെ. ചില സമയങ്ങളിലൊക്കെയാണ് ഇത് നിറച്ചും പുഴുവും കേടൊക്കെ വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കേടില്ലാണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിച്ചു. നമ്മളിപ്പോൾ പറിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാണല്ലോ, നമ്മൾ ജ്യൂസ് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറിച്ചെടുക്കുക. ജ്യൂസ് അടിക്കണം, പിന്നെ അതുകൂടാണ്ട് അച്ചാർ ഇടണം, അതുകൂടാതെ ഇതുകൊണ്ടൊരു വൈൻ ഉണ്ടാക്കണം. എങ്ങനെയാണെങ്കിലും ഒരു 3-4 കിലോ അടുത്ത് നമുക്കിപ്പോൾ പറിച്ച് കിട്ടാനുണ്ട്. ഇപ്പോൾ കുറച്ചധികം നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് താഴെ വീണത് മണ്ണിൽ വീണ് മണ്ണ് പറ്റും, അതിൽ മണൽ പറ്റും. അത് താഴത്തോട്ട് വീഴാണ്ടിരിക്കാനായിട്ട് നമ്മൾ നേരിട്ട് തന്നെ പറിച്ച് ബക്കറ്റിലേക്ക് നമ്മളാക്കണം. നിലത്തോട്ട് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചളുക്കം പറ്റിയിട്ട് ഇതിലേക്ക് മണ്ണും മണലും ഒക്കെ ഇതിന് പിഴക്ക് കയറും. ഇപ്പോൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിത് പറിച്ച് ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റിൽ നിന്നാണ് നമ്മളിതെല്ലാം കൂടെ താഴത്തേക്ക് ഇറക്കി എടുക്കുന്നത്. നിലത്ത് വീഴാണ്ട് പറിച്ചെടുക്കുന്നതിനാണ് ഏറ്റവും നല്ല ക്വാളിറ്റി. മണ്ണ് പറ്റാതെ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിലത്ത് വീണ ആളും നമുക്ക് പിറക്കിയെടുക്കാം. എന്നിട്ട് ശരിക്കും കഴുകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ മണലൊക്കെ അത് പിടിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുത്തിയെടുത്ത് കളയുകയൊക്കെ നമുക്ക് ചെയ്യണം. എങ്ങനെയാണല്ലോ നമ്മൾ ബക്കറ്റ് വഴിയാണ് നമ്മൾ ഇതിനകത്ത് ഏണി ചാരിയിട്ട് അതിൽ കൂടിയാണ് നമ്മൾ മുകളിലോട്ട് കയറിയിട്ടത് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റിൽ നിറയുന്നതനുസരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതലായിട്ട് ഈ ചാമ്പങ്ങ മുഴുവൻ പറിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ വിവിധ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് നിൽക്കുന്നത് കണ്ടാൽ തന്നെ വളരെ ഭംഗിയായിട്ടത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചാമ്പങ്ങ പറിക്കലാണ് നിങ്ങൾ കണ്ടത്.